ഹേ ഗായ്സ്, അപ്പം നമ്മളിന്ന് അമ്മയുടെ വീട്ടിലോട്ട് പോവേണ്ട. അപ്പം ഞാൻ തൃശ്ശൂരിൽ നിന്ന് വന്നിട്ട് ഒരാഴ്ച എന്തോ കഴിഞ്ഞായിരുന്നു. ഇപ്പോഴാണ് കേട്ടോ അമ്മയുടെ വീട്ടിൽ പോകണത്. വേറെ നല്ല പുതിയകാവ് അമ്പലത്തിൽ ഉത്സവത്തിന് പോകാമെന്ന് അങ്ങനെ വിചാരിച്ചിരിക്കണമായിരുന്നു. അപ്പോൾ ഇന്നാണ് ഉത്സവം. ഞങ്ങളൊരു ഉച്ചയോട് കൂടിയിട്ട് ഞാനും ബാറും കൂടി ഇറങ്ങിയിട്ടുണ്ട്. അവളൊരു സഞ്ചി ഞാൻ വളരെ പിടിക്കാൻ കൊടുത്തപ്പോൾ അവൾ പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതേ ഉച്ചയ്ക്ക് നമ്മൾ ബസ്സിലൊക്കെ കയറി നമ്മളവിടെ എത്തിയായിരുന്നു. അപ്പോൾ അമ്മ കാലത്ത് ഇന്ന് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അമ്മ കാലത്ത് പക്ഷേ എറണാകുളം ഹോസ്പിറ്റലിൽ ബുക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഡോക്ടറിനെ കാണാനായിട്ട്. അങ്ങനെ നേരെ അമ്മ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നില്ല. പിന്നെ അനഹ ഒരു ഉച്ചയോട് കൂടി നമ്മുടെ അവിടെ തറവാട്ടിൽ വന്നിട്ട് പിന്നെ അവളെയും കുട്ടി നമ്മളൊരു 5 മണിയായപ്പോഴേക്കും ആൻറ്റിയുടെ വീട്ടിലോട്ട് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ 5 മണിയായപ്പോൾ വന്നപ്പോഴേക്കും ഇത്തിരി നേരം വൈകിയെന്ന് പറഞ്ഞിട്ട് ആൻറ്റി അവളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവൾ ഞങ്ങളുടെ ഒപ്പം വരാൻ വേണ്ടിയാണ് അത്ര നേരം വൈകിയത്. ആൻറ്റി വിളിച്ചപ്പോൾ വന്നില്ല, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ അവർ വെള്ളം വയ്ക്കുന്നുണ്ട്. പിന്നെ 5 മിനിറ്റ് ഇരുന്നപ്പോഴേക്കും അമ്മമ്മ വിളിച്ചായിരുന്നു. അച്ഛൻ കുറച്ച് കക്ക കൊണ്ടുവന്നിട്ടുണ്ട്, അത് നന്നാക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ എടുത്തോ പിടിച്ചു നമ്മൾ നേരെ പോകുന്നു. കക്കയൊക്കെ നന്നാക്കി പണ്ടൊക്കെ അച്ഛനും ഇതേപോലെ കൊണ്ടുവന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടിയൊക്കെ നന്നാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണ്. പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം അമ്മമ്മയുടെ വിളക്ക് എത്തിച്ച് നാമം ചൊല്ലാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായതൊക്കെ തൊട്ട് കേൾക്കണതാണത്. പിന്നെ കുറച്ച് പ്രസാദം കഴിച്ചായിരുന്നു അച്ഛൻ കൊണ്ടുവന്നത്. പിന്നെ നമ്മൾ ഉത്സവത്തിന് പോകാൻ റെഡിയായി. അപ്പോൾ അമ്മൂമ്മ സാരി എടുത്തപ്പോൾ അമ്മൂമ്മ വീഡിയോ എടുത്ത് കൊടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ അമ്മൂമ്മേനെ കാണിച്ചത്. പിന്നെ നമ്മൾ ഉത്സവപ്പറമ്പിലോട്ട് എത്തി. മുമ്പത്തെ അപേക്ഷിച്ച് ഇപ്രാവശ്യം ഭയങ്കര തെക്കും ക്രൗഡൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, ചെറിയൊരു ഉത്സവം പോലെയാണ് ആദ്യമൊക്കെ ഉണ്ടായിരുന്നത്. ഇത്ര ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്രാവശ്യം ഭയങ്കര ആൾക്കാരുണ്ട്. പിന്നെ നമ്മളറിയാവുന്നവരൊക്കെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ പാറുവിൻ്റെ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ട് അവൾ അവിടെ നിന്നിട്ട് ഓരോ കാര്യങ്ങൾ ചൂണ്ടിക്കാനിട്ട് വാശി പിടിക്കാൻ തുടങ്ങിയപ്പോൾ അവൾക്കൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. ഞാൻ പിന്നെ ഐസ്ക്രീമൊന്നും തിന്നാൻ പോയില്ല. ഞാൻ ബജ്ജി എൻ്റെ വാങ്ങിച്ചു. ഉത്സവപ്പറമ്പിൽ പോയാൽ നമുക്കൊരു ബജ്ജി മുഖ്യം ഇല്ലേ. അപ്പോൾ അതേ പാറു എമ്മിയാണെന്ന് പറയണേ എൻ്റെ ഐസ്ക്രീം തിന്നിട്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ആ ചേട്ടൻ്റെ കയ്യിൽ ചെയ്ത ബലൂൺ തൊട്ടപ്പോൾ തന്നെ ആ ചേട്ടൻ അവൾക്ക് എടുത്ത് ഫ്രീ ആയിട്ട് കൊടുത്തു. അതുകൊണ്ട് എനിക്ക് കളിപ്പാട്ടം ലാഭമായിട്ടോ. കളിപ്പാട്ടം വാങ്ങിക്കേണ്ടി വന്നില്ല. അത് കുറച്ച് നേരം പിടിച്ച് നടത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആൾക്കത് വേണ്ടാണ്ടായിട്ട് ഇടയാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ ഇടയാൻ കാത്തിരിക്കുകയാണ്. നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നതായിരുന്നു കേട്ടോ. ആരുടെ അടുത്തൊന്ന് കുറച്ച് നേരം 5 മിനിറ്റ് ഒന്ന് പോയിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് ചെറുതായിട്ടൊക്കെ അവൾ ഇടയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ടാപ്പ് ബൈ, സീ യു.